CPM പുനലൂർ ഏരിയ കമ്മിറ്റി അംഗമായിരിക്കെ NDF പ്രവർത്തകർ തടിക്കാടുള്ള വീട്ടിൽ കയറി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ MA അഷ്റഫിന്റെ 23ാമത് രക്തസാക്ഷിത്വ ദിനം നാളെ നടക്കും. ഏരിയ പരിധിയിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികളിൽ പതാക ഉയർത്തൽ, പുഷ്പാർച്ചന ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടെ സമുചിതമായി ആചരിക്കുമെന്ന് CPM നേതാക്കൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തടിക്കാട് നടക്കുന്ന പൊതുസമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ KK ശൈലജ ഉദ്ഘാടനം ചെയ്യും. മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കും. 10-12 ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അടക്കം ചടങ്ങിൽ അനുമോദിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അറിയിച്ചു. ജൂലൈ 18 അനശ്വര രക്തസാക്ഷി അഷ്റഫിൻ്റെ രക്തസാക്ഷി ദിനമാണ്. 23 വർഷങ്ങൾക്ക് മുമ്പാണ് CPIMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവും അറക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും എടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവും നിരവധി സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ്റെയും ഒക്കെ നേതാവായി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് മുസ്ലിം ഭീകരവാദ സംഘടനയിൽപ്പെട്ട NDF അഷ്റഫിൻ്റെ വീട്ടിനുള്ളിൽ കടന്നു കയറി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെയും 2 പിഞ്ച് കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ വെച്ചിട്ടാണ് NDF ഭീകരവാദികൾ വളരെ മൃഗീയമായി അഷ്റഫിനെ വെട്ടി കൊലപ്പെടുത്തുന്നത്. അന്ന് മുസ്ലിം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ സാർവദേശീയമായും ദേശീയ തലത്തിലുമൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ കേരളത്തിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടി പുറത്തുനിന്നുള്ളവരുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടി ചില കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2002 എന്ന് പറയുന്നത്. അപ്പോൾ സമീപ മേഖലകളിലൊക്കെ ചില ക്യാമ്പുകളും പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പരിശീലന പരിപാടികളുമൊക്കെ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തടിക്കാട് എന്നുള്ളതുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാ ജാതി മതസ്ഥരും കഴിയുന്നിടത്ത് ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ MA അഷ്റഫിനെ പോലെയുള്ള CPM നേതാക്കന്മാർ ഉള്ളിടത്ത്, CPMന് സ്വാധീനമുള്ളിടത്ത്, ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളിടത്ത് ഇത്തരം പിന്തിരിപ്പൻ ചിന്താഗതിയോടൊപ്പം മുസ്ലിം മത വിഭാഗങ്ങളിൽപ്പെട്ടവരെന്ന് മാത്രമല്ല മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഒപ്പം നിൽക്കൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് NDFനെ കടന്നു വരണമെങ്കിൽ CPMനെ ദുർബലപ്പെടുത്തണം. ആ ഗ്രാമത്തിൻ്റെ അവസാന വാക്കെന്ന് വിശേഷിപ്പിച്ചിരുന്ന അഷ്റഫിനെ ഒന്ന് ദുർബലപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് NDF ഈ അരിങ്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചത്. മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റാലി വായനശാല ജംഗ്ഷനിലാണ് സമാപിക്കുന്നത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യ മന്ത്രിയും ആയിട്ടുള്ള KK ശൈലജ ടീച്ചറാണ്. ആ ടീച്ചർ വൈകുന്നേരം എത്തുകയും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ആ ശൈലജ ടീച്ചർ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി വനിതകൾ ഈ ഏരിയയിൽ നൂറുകണക്കിന് സ്ത്രീകളും മറ്റുമെല്ലാം കൂടി പ്രത്യേകമായി ആ യോഗ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേരുകയും എല്ലാം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ, ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ, ഏരിയ കമ്മിറ്റി അംഗം VS സതീഷ്, സംഘാടക സമിതി പ്രസിഡന്റ് R ഷൈജു, സെക്രട്ടറി K ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടുവാർത്ത, അഞ്ചൽ.